SAT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം SAT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പ്രവർത്തന സജ്ജമായില്ല എന്നുള്ള പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പ്രത്യേക സിറ്റിംഗിലാണ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. സിറ്റിംഗിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, SAT ആശുപത്രി സൂപ്രണ്ട് എന്നിവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2017 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ആശുപത്രി അധികൃതർക്ക് കൈമാറിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിലവിൽ ഗൈനക്കോളജി OP പ്രവർത്തിച്ചു വരുന്നതായും റാമ്പ്, ഫയർ സ്റ്റെയർകേസ്, സൈറ്റ് ഡെവലപ്മെന്റ്, സംബാൻ പമ്പ് റൂം, പ്ലംബിംഗ് വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, HVAC ആൻഡ് ഫയർ ഫൈറ്റിംഗ് സംവിധാനം എന്നീ പ്രവൃത്തികൾക്ക് 11.23 കോടി രൂപയുടെ സാമ്പത്തികാനുമതി കിഫ്ബിയിൽ നിന്നും ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും കിഫ്ബിയുടെ അംഗീകാരം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രവൃത്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തുടങ്ങി 8 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് കമ്മീഷന് മുൻപാകെ അറിയിച്ചു. റിപ്പോർട്ടുകൾ അംഗീകരിച്ച കമ്മീഷൻ 2025 ഡിസംബർ മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കെട്ടിടം പൂർണ്ണ നിലയിൽ പ്രവർത്തനക്ഷമമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രവൃത്തികളുടെ ഷെഡ്യൂൾ അടുത്ത സിറ്റിംഗിൽ ഹാജരായി സമർപ്പിക്കണമെന്നും അധികൃതർക്ക് നിർദ്ദേശം നൽകി.